ശ്രീ നിസാം സയ്യിദ്, മതേതരവാദികളുടെ കണ്ണീര് വീണിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അവിടെയാണ് പറയുന്നത് കമൽനാഥ് 1984 മസ്ജിദിൽ ക്ഷേത്രം തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയാണ് എന്ന്. പിന്നീട് നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണ് ബാബറി മസ്ജിദ് തകർന്നു വീഴുന്നത്. ഇപ്പോൾ പ്രൊഫസർ കെ വി തോമസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സുപ്രീം കോടതി വിധിയുണ്ട്. സുപ്രീം കോടതി വിധിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഭൂമി വിട്ടുകൊടുത്തിരിക്കുന്നു. അതേസമയം 5 ഏക്കർ ഭൂമി മസ്ജിദിന് വേണ്ടി നീക്കിവെച്ചെടുത്ത് കാര്യങ്ങൾ നിൽക്കുന്നു. അതിൻ്റെ പണി തുടങ്ങിയിട്ട് പോലുമില്ല എന്നുള്ളതും നമുക്കറിയാം. ഈ കാര്യങ്ങളിൽ ഒന്നും ഒരു വ്യക്തതയാകാതെ കോൺഗ്രസിന് എങ്ങനെയാണ് ഇപ്പോൾ പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കാനാകുന്നത്? കോൺഗ്രസ് ഇതേവരെ അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസ് അതിൻ്റെ നിലപാട് പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസ് അതിൻ്റെ നിലപാട് വ്യക്തമാക്കി ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഞാൻ അതിലൊരു അത്ഭുതവും കാണുന്നില്ല, ഞാനതിലൊരു തെറ്റും കാണുന്നില്ല. ഒന്നാമതായി, ഇത് ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയ ഒരു ട്രസ്റ്റ് നിർമ്മിച്ച രാമക്ഷേത്രമാണ്. ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് കോൺഗ്രസിനെ ക്ഷണിച്ചാൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ നിയമപരമായി എന്തെങ്കിലും തെറ്റുള്ളതായി നമുക്ക് കരുതാൻ കഴിയില്ല. ആ വിധിയെക്കുറിച്ച് നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, നിരാശ ഉണ്ടാകാം. പക്ഷേ ആ വിധി യാഥാർത്ഥ്യമാണ്. ആ വിധി അനുസരിച്ചുണ്ടായ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ രാമക്ഷേത്ര നിർമ്മാണമാണോ ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ പ്രശ്നം ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ ഭീഷണികൾ നേരിടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു ഇലക്റ്റഡ് ഓട്ടോക്രസിയാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷത്തെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമുക്ക് പൊതുവായി ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ടാവും. പക്ഷേ നമ്മൾ ആ വിഷയത്തിലേക്ക് ഒന്ന് ചുരുങ്ങിയാൽ ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് കേൾക്കൂ, എന്നെ പറയാൻ അനുവദിക്കൂ. പ്രകോപിതനാകാതെ ഞാൻ അതിനകത്ത് ഉപയോഗിക്കുന്നത് ആ വിഷയത്തിലേക്ക് ചുരുങ്ങാൻ വേണ്ടി എന്നെ പറയാൻ അനുവദിക്കാൻ, എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നികേഷ്, എന്നെ പറയാനുള്ള അനുവദിക്കണ്ടേ നികേഷ്? ഞാൻ എന്റെ വാദം എന്താണെന്ന് മനസ്സിലായിട്ട് നികേഷ് എതിർക്കൂ. അല്ല, നമ്മൾ വിശാലമായി അത് ചർച്ച ചെയ്യാനാണ്. ഒരുപാട് കാര്യങ്ങൾ വരും. ഞാൻ ആ വിഷയത്തിലൊന്നും ജനാധിപത്യം ഭീഷണിയില്ലാതു. ആ ഇന്ത്യൻ ജനാധിപത്യം ഭീഷണി, ഈ ഇന്ത്യൻ ജനാധിപത്യത്തെ ഭീഷണിപ്പെടുത്തുവാൻ BJPക്ക് നൽകുന്ന കരുത്ത് എവിടുന്നാണ്? കഴിഞ്ഞ 3 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേടിയ വിജയമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു ഇലക്റ്റഡ് ഓട്ടോക്രസിയാക്കി മാറ്റുവാൻ BJPക്ക് നൽകുന്ന കരുത്ത്. ആ വിജയം ഹിന്ദുത്വ എന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേടിയതാണ് എന്ന് BJP വിശ്വസിക്കുന്നു. ആ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് ഇന്ന് ഇന്ത്യയിലെ വലിയ വിഭാഗം ജനങ്ങളിൽ ഒരു സ്വാധീനമുണ്ട്, ഒരു സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് ആ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ വലിയ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർ വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഹിന്ദുത്വ എന്ന പ്രത്യയശാസ്ത്രം വളരെ വിദ്വേഷം നടന്ന അപരവൽക്കരണത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ നിലപാടല്ല ഹിന്ദു മതത്തിനുള്ളത് എന്ന് പറയാം. സഹിഷ്ണുതയുടെയും സംയമനത്തിൻ്റെയും സഹജഭാവത്തിൻ്റെയും ഒക്കെ ഒരു വിശ്വാസ പ്രമാണമായാണ് നാം ഹിന്ദുമതത്തെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഹിന്ദുമതവും ഹിന്ദുത്വവും തമ്മിലുള്ള നേർവരമ്പുകളെ, അതിർവരമ്പുകളെ ഇല്ലാതാക്കുക എന്നൊരു പ്രോജക്റ്റാണ് BJPക്കുള്ളത്. അങ്ങനെ ഹിന്ദു വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന, അല്ലെ ഹിന്ദു വിശ്വാസങ്ങൾക്ക് എതിരായി നിൽക്കുന്നവരാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം. ഹിന്ദു വിശ്വാസത്തിൻ്റെ മൊത്ത കച്ചവടക്കാർ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യം. അതിനുള്ള ഒരു അവസരമായാണ് BJP ഈ രാമക്ഷേത്ര നിർമ്മാണത്തെ കാണുന്നത്. അപ്പം രാമക്ഷേത്ര നിർമ്മാണം നമുക്കെല്ലാവർക്കും അറിയാം. ശ്രീരാമസ്വാമികൾ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദി ഭൂമിയിലെ വലിയ വിഭാഗം ജനങ്ങളുടെ ഒരു വലിയ ജീവിത യാഥാർത്ഥ്യമാണ്. ആ ജീവിത യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളുന്ന വികാരമാണ്. ആ വികാരത്തിനെതിരെ നിൽക്കുന്നവരെ ഹിന്ദു വിരുദ്ധരായി കാണാൻ അവരെ സംബന്ധിച്ചുള്ള യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാത്തവരെ ഹിന്ദു വിരുദ്ധരായി ബ്രാൻഡ് പ്രഖ്യാപിക്കുമെന്നുള്ള ഇന്ത്യയിലെ മറ്റു